മാത്രം നീണ്ടുനിന്ന ഒരു യുദ്ധം. പക്ഷെ അതിന്റെ വേഗതയും തീവ്രതയും ലോകത്തെ തന്നെ ഞെട്ടിച്ചു. 850ലധികം ടോമാഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചതിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് അമേരിക്കയുടെ സൈനിക ശക്തിയുടെ പ്രകടനമായിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ മറഞ്ഞുകിടന്നത് മറ്റൊരു കഥയാണ്, പ്രതിരോധത്തിന്റെ കഥ. ടോമാഹോക്ക് എന്നത് സാധാരണ മിസൈലല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി തടയാൻ ശേഷിയുള്ള അത്യാധുനിക ആയുധം. സമുദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഇത് വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്ന് റഡാറുകളെ പോലും മറികടക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ഇത് പ്രധാന ആയുധം തന്നെയാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: ഇത്രയും മിസൈലുകൾ ഉപയോഗിച്ചിട്ടും ഇറാൻ എങ്ങനെ നിലനിന്നു എന്ന്. ഒരു വർഷം നിർമ്മിക്കുന്നതിന്റെ 9 മടങ്ങ് മിസൈലുകൾ ഏതാനും ആഴ്ചകളിൽ ഉപയോഗിക്കേണ്ടി വന്നത് യുദ്ധത്തിന്റെ തീവ്രത മാത്രമല്ല, അതിന്റെ സമ്മർദ്ദവും വ്യക്തമാക്കുന്നു. ഇവിടെ ഇറാന്റെ തന്ത്രം നിർണായകമായി മാറി. വർഷങ്ങളായി നിർമ്മിച്ച ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ അവരുടെ ആയുധങ്ങൾ സംരക്ഷിക്കാൻ സഹായിച്ചു. മിസൈലുകളും ഡ്രോണുകളും ലോഞ്ചറുകളും ഈ രഹസ്യ സംവിധാനങ്ങളിൽ ഒളിപ്പിച്ചതിനാൽ ആകാശ ആക്രമണങ്ങൾക്കും അവയെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു അസമാന യുദ്ധത്തിന്റെ ഉദാഹരണമാണ്. ഒരു വശത്ത് $1 ബില്യൺ വിലയുള്ള കൃത്യത മിസൈലുകൾ, മറുവശത്ത് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകളും ചലനാത്മക ലോഞ്ചറുകളും. സാങ്കേതിക ശക്തിയും തന്ത്രപരമായ ചലനശേഷിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. യുദ്ധത്തിന്റെ മറ്റൊരു വശം സുസ്ഥിരത തന്നെയാണ്. ഒരു മിസൈൽ നിർമ്മിക്കാൻ മാസങ്ങൾ വേണ്ടിവരും, എന്നാൽ അത് ഉപയോഗിക്കാൻ ചില നിമിഷങ്ങൾ മാത്രം മതി. ഈ അസമത്വം ദീർഘകാല യുദ്ധങ്ങളിൽ വലിയ വെല്ലുവിളിയായി മാറുന്നു. അവസാനം ഈ സംഘർഷം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യം തന്നെയാണ്: വിജയം ഇനി വെറും ശക്തമായ ആയുധങ്ങളിൽ മാത്രമല്ല, തന്ത്രം, സഹനശേഷി, ദീർഘകാല തയ്യാറെടുപ്പ് ഇവയാണ് ഭാവിയിലെ യുദ്ധങ്ങളുടെ യഥാർത്ഥ നിർണായക ഘടകങ്ങൾ.